ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. കാരണം എന്ന് പറയാൻ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കായി പോയി. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നടന്നു കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അല്ലേ? അതുപോലെ ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരുന്ന സമയത്ത് എന്താ പറയുക, ഒരു വൈകുന്നേരത്തെ ഒരു 5 മിനിറ്റ് വർത്തമാനത്തിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്താ പറയുക ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു വീട് മേടിച്ചു. ഒട്ടും പ്ലാനില്ലായിരുന്നു വീട് മേടിക്കണം എന്നുള്ളത്. പക്ഷേ എന്തോ നമ്മുടെ സമയമാകുമ്പോൾ നമ്മുടെ അടുത്ത് വന്നു ചേരുമെന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയതും നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോം ടൂറാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങൾ മേടിച്ച് ഞങ്ങളുടെ പുതിയ വീട്, ഞങ്ങളുടെ സ്വപ്ന ഭവനം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. നമ്മുടെ അതെന്ന് പറയുന്നത് ആ ഒരു പുല്ല് നിൽക്കുന്ന ആ സൈഡ് മുതൽ ഈ ഒരു സൈഡ്, ഈ വാഴച്ചെടി, ഈ ലെറ്റർ ബോക്സ്, ഈ ഒരു ഫെൻസിൻ്റെ അതിരുവഴിയായിട്ടോ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. ഇത്രയും സ്പേസാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 വഴിയുണ്ട് കേട്ടോ നമുക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ പുറകുവശത്തേക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് അകത്തോട്ട് പുറകുവശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ വണ്ടി അങ്ങ് അവിടെ പുറകിൽ നമുക്കൊരു ഷെഡുണ്ട്, അതുവരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് ഞാൻ പുറകിൽ പോയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സൈഡ് കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഗ്രൂമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ വളർന്നുപോയി. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. നമുക്ക് ഇതിലെ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ അതിൻ്റെ വീടിൻ്റെ അകത്തൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ആ സൈഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്യാരേജ്. നമുക്കിവിടെ നമ്മുടെ 2 കാറും ഇതിൻ്റെ അകത്ത് നമുക്ക് അതിനെ കയറ്റിയിടാൻ വേണ്ടി പറ്റും. 2 കാറ് കയറ്റിയിടാൻ വേണ്ടി വലിപ്പത്തിലുള്ളൊരു ഗ്യാരേജാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോർ ഇവിടെയാണുള്ളത്. മെയിൻ ഡോറാണ് ഈ സൈഡിൽ നടുക്ക് സെൻട്രലായിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, വണ്ടി കയറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ ഡ്രൈവ്, നമ്മുടെ വീടിൻ്റെ പുറകിലോട്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഈ 2 ഗേറ്റ് തുറക്കാൻ വേണ്ടി പറ്റും. ഇത് 2 തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബാക്ക് വരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്വന്തം ഭവനം. എൻ്റെ ഈ ചായൻ്റെ ഭയങ്കര സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട് മേടിക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങളത് സാക്ഷാത്കരിച്ചു. അപ്പം ഞങ്ങളുടെ വീട് നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഫ്രണ്ടിൽ നല്ലൊരു കുഞ്ഞു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല പൂവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചെറുതായിട്ട് വാടിപ്പോയി. ഇപ്പോൾ പൂവ് കഴിയുന്നൊരു സീസണാണ്, അതുകൊണ്ടാണ് വാടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട് കണ്ടാലോ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശം തുറന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണുള്ളത് നമ്മുടെ പുറത്തെ കാഴ്ച. നമ്മൾ ഈ ഡോർ വഴിയാണ് നമ്മൾ അകത്തോട്ട് കയറി വരുന്നത്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലിട്ട് നല്ലൊരു ഷൂറാക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡബിൾ ഡോർ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞ് ഷൂറാക്ക് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഷൂസും കാര്യങ്ങളുണ്ട്. പരമാവധി ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്പേസ് ഒക്കെ കണക്കാക്കിക്കൊണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഷൂറാക്ക് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് അതിന് മുകളിലൊരു കുഞ്ഞ് നല്ലൊരു എന്താ പറയുക ചൈനീസ് ബാമ്പു ചെടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിവിടെ ഒരു കുഞ്ഞു മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞാലുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു വലിയൊരു കോറിഡോറാണ് അങ്ങോട്ടേക്ക്, ഒരു പാത്ത് വേ. ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭിത്തിയിൽ ചെറിയൊരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റും ഗ്രീനും കൂടെ ആയിട്ടുള്ള നല്ലൊരു ലീഫിൻ്റെ ഒരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടോ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അപ്പം ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളൊരു ഡബിൾ അല്ല ക്യൂൻ ബെഡാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു ബെഡൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിച്ചൊരു ബെഡാട്ടോ ഇത്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഇതിൽ ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ബെഡ്റൂം. പിന്നെ ഞങ്ങളിവിടെ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിങ് മിററും ഇത് ഡ്രസ്സിങ് ടേബിളും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കട്ട നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ സൈഡിൽ
ഈ സൈഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നല്ല വെളിച്ചം കിട്ടും. ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റോഡിലോട്ടുള്ള വ്യൂ ആണ് ഇത്. അപ്പം നമുക്കിവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പ്രകാശം കിട്ടും നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട്. ഇതിന് 2 സൈഡിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ അത് അധികം ഓപ്പൺ ചെയ്യാറില്ല, കാരണം ഞങ്ങൾ 2 പേരും പകല് ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവെ ഇത് ക്ലോസ് ചെയ്തിട്ടാണ് ഇടാറ്. അതുപോലെ ഈ സൈഡും ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ UK നിന്ന് വന്നപ്പം ഞങ്ങളുടെ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ UK യിലായിരുന്നു, അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറേ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പേഴ്സണലി ഫേവറേറ്റ് ആണ് ഒരു 3 ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബെഡ്റൂമിൽ ഇങ്ങോട്ട് വന്ന് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്. ജസ്റ്റ് ഒരു വാർഡ്രോബ്. ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓപ്പൺ കബോർഡ് ആയിരിക്കും കൂടുതലും. പിന്നെ നമ്മൾ മേടിച്ച വീടായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മുന്നേ പണിതവരുടെ ഒരു കസ്റ്റമൈസേഷനാണ് നമുക്കുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പിടിപ്പിച്ചതാണ്. ഈ സെക്ഷനും കാര്യങ്ങളും ഇതുമെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തതാട്ടോ. ഞങ്ങളുടെ ഓൺ ബുദ്ധി കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമും ഉണ്ട്. ഇതാണ് ഈ റൂമിൻ്റെ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. നമുക്ക് ടോയ്ലറ്റ് ഈ സൈഡിൽ ഷവർ ഏരിയ വരുന്നുണ്ട് കേട്ടോ, ഈ സൈഡിൽ. അതുപോലെ ഈ മിററും പ്രൈവസിയൊക്കെ ഷീറ്റൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ എന്താ പറയുക കുറച്ച് പകല് കാണാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു. നമുക്ക് പുറത്തുനിന്നൊക്കെ ശരിക്കും അകത്തോട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ പ്രൈവസി സ്ക്രീനൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവേ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങളെ എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ കുഞ്ഞു സാധനങ്ങളും ടോയ്ലറ്ററീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സാധനം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ട്. നല്ലൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാവേ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കയറുന്ന റൈറ്റ് സൈഡിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഗ്യാരേജ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. അത്യാവശ്യം വലിയ ഗ്യാരേജ് കേട്ടോ. നമുക്ക് 2 വണ്ടി ഇവിടെ ഇടാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഒക്കെ ആക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിതുവരെ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പതിയെ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു സൈഡ് ഇവിടെ ഒരു സൈഡ് വേ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയ കേട്ടോ ഈ സൈഡ് വേ ടേബിള്. നമ്മുടെ അത്യാവശ്യം എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ, പോസ്റ്റ് വെഡിങ് ഫോട്ടോസ്, പിന്നെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് എടുത്ത ഫോട്ടോ, ഞങ്ങൾ ലണ്ടനിൽ നിന്ന് സ്നോ വന്നപ്പം സ്നോയിൽ എടുത്ത ഫോട്ടോസ്, ഓണ സെലിബ്രേഷൻ്റെ ഫോട്ടോസ്, അങ്ങനെ കുറേ ഫോട്ടോസ്. ഇത് ഞങ്ങളുടെ ഒരു 10 വർഷം പഴക്കമുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ. ഞാൻ ചാനം പ്രേമിക്കുന്ന സമയത്ത് എടുത്തിരുന്നൊരു ഫോട്ടോയാണ്. ഞങ്ങൾ 2 പേരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തുമാത്രം ഡിഫറൻസ് അതിലുണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ബുക്സ് കാര്യങ്ങൾ, ഞങ്ങളുടെ പഴയ മെമ്മറീസ്, നമ്മുടെ ഫോട്ടോസ്, ഇച്ചാൻ ജോലി കഴിഞ്ഞപ്പം അവിടുന്ന് സ്റ്റാഫ് എല്ലാവരും കൂടെ കൊടുത്ത കുറച്ച് എന്താ പറയുക ആൽബംസ് കാര്യങ്ങൾ, അതെല്ലാം ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആൽബം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ UK നിന്ന് വിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്ന ഞങ്ങളുടെ ആൽബങ്ങൾ ഒക്കെ ഞങ്ങൾ മെമ്മറബിളായിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ഭാഗത്ത് വെച്ചാലല്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവരൊക്കെ ആട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സ് UK-ത്തെ. ഇവരൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ വരാമെന്നാണ് പറഞ്ഞത്, എപ്പോൾ വരുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ ഇങ്ങനെ നമ്മൾ 2 സെൻസർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ എന്താ പറയുക അറേഞ്ച് ചെയ്താണ് ലൈറ്റ് കാര്യങ്ങൾ. ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ പോർട്ടബിൾ ആയിട്ടുള്ള കുഞ്ഞ് ലൈറ്റ് നമ്മൾ മേടിച്ച് വെച്ചാട്ടോ. നല്ല ക്യൂട്ടായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ലിവിങ് റൂം. അപ്പം നമ്മുടെ കുഞ്ഞ് ലിവിങ് റൂം ഞങ്ങൾ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇത് നല്ല രസമില്ല ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ സാധനം ഒഴികെ ബാക്കിയെല്ലാം ഒറിജിനലാട്ടോ. ഈ സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നോക്കി നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒറിജിനൽ എന്താ പറയുക ആ സാധനമാണ്. എന്താ ഈ ചെടിയുടെ പൂക്കളൊക്കെ കേട്ടോ. ഡ്രൈ ഫ്ലവേഴ്സ് ആണ് ഇതെല്ലാം. ഇത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക പല തവണയായിട്ട് മേടിച്ച കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ ഫേവറേറ്റ് സാധനങ്ങൾ, ടോയ്സ്, ഇച്ചാലിൻ്റെ കുറേ കാറിൻ്റെ കളക്ഷൻസ്, എന്താ പറയുക കുറേ ഗിഫ്റ്റ് സാധനങ്ങൾ, നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവനെയൊക്കെ ഞാൻ യു കെന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇവനൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഈ താറാങ്കുഞ്ഞ് ഇതിനൊക്കെ ഞാൻ യു കെന്ന് കൊണ്ടുവന്നതാ. ഇവനെ ഞാൻ യു കെന്ന് കൊണ്ടുവന്നതാ. യു കെന്ന് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ കെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ യു കെന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവനെ കളയാണ്ടിരിക്കാൻ ഞാൻ കൊണ്ടുവന്ന ഇവനെ. പിന്നെ നല്ലൊരു കുഞ്ഞ് ബുദ്ധൻ്റെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വൈഫൈ പോർട്ടുണ്ട് അതിൻ്റെ താഴെ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ നല്ലൊരു ബീൻ ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുഞ്ഞു മോളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത്. നല്ലൊരു ഗോൾഡൻ ബാമ്പു, ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന കേട്ടോ ഈ ബാമ്പു. പിന്നെ ഈ സോഫയൊക്കെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയത് മേടിച്ചതാ കേട്ടോ. പിന്നെ നല്ലൊരു പിക്ചർ ഇവിടെ വാൾപേപ്പർ വെച്ചിട്ടുണ്ട്. കളർഫുൾ ആയിട്ടാട്ടോ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പല കളറും ശരിക്കും മൾട്ടി കളേഴ്സിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. പിന്നെ ആ റൂമിൽ നിന്ന് ആ പാസേജിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് ഇവിടുന്ന് ഈ സൈഡ് വഴി നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഡയറക്റ്റ് കിച്ചന്റെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂം, നമ്മുടെ സൈഡ് വേ ടേബിൾ, ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കിച്ചൺ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ഏരിയ. കുഞ്ഞു കിച്ചണാണ് കേട്ടോ. നമ്മുടെ വീട് എന്ന് പറയുന്നത് ബേസിക് വീടാണ്, കുഞ്ഞു കോമ്പാക്റ്റബിൾ വീടാണ്. 4 ബെഡ്റൂം ഉള്ള ഒരു കുഞ്ഞു വീടാണ്. അത്ര ഭയങ്കര വീടൊന്നും അല്ല. ശരിക്കും ഇവിടെ ഉള്ള വീട്ടിലെ ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു വീടാട്ടോ ഞങ്ങൾ മേടിച്ചേക്കുന്നത്. പിന്നെ ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഹോബ് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഡിഷ് വാഷർ ഉണ്ട് ഇവിടെ. ഈ സൈഡിലെ ഡിഷ് വാഷർ ഉണ്ട്. നമ്മുടെ മൈക്രോവേവ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നൈഫ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്ന കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു ചെടി വെച്ചിട്ടുണ്ട്, പീസ് ലില്ലി വെച്ചിട്ടുണ്ട്. പിന്നെ പൂച്ച എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു പൂച്ച ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണുള്ളത്, ഇവിടെ ഞങ്ങൾ എന്താ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ കിച്ചൺ തീമിൽ ഒരു കുഞ്ഞു 3 പീസായിട്ടുള്ള ഒരു വോൾ പിക്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ്, ഞങ്ങൾ പോയ നാട്ടിലെ എല്ലാം എന്താ പറയുക ഞങ്ങളുടെ സുവനിയേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ കിച്ചന്റെ ഫ്രണ്ട് വശമാണ്. കിച്ചന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാട്ടോ ഡൈനിങ് റൂം ഉള്ളത്. ഓപ്പൺ ഡൈനിങ് ആണ് നമ്മുടേത്. ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഡൈനിങ് ആണ്. പിന്നെ ഈ സൈഡിൽ നമുക്കൊരു എന്താ പറയുക പാൻട്രി ഉണ്ട്, പാൻട്രി കബോർഡ് ഉണ്ട്. 2 സൈഡിലും ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു കബോർഡ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നമ്മുടെ സാധനങ്ങൾ, കിച്ചണിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ആട്ടോ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചൊരു ക്ലോക്ക് ആട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ക്ലോക്ക് ആണ് ഇത്. മെറ്റൽ ക്ലോക്ക് ആണ്. ഇതിനൊരു 8 കിലോ അത്രയും വെയിറ്റ് വരുന്ന നല്ലൊരു മെറ്റൽ ക്ലോക്ക് ആട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോക്ക്, പിന്നെ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു എന്താ പറയുക ഒരു വോൾ പിക്ചർ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക തപ്പി കണ്ടുപിടിച്ച് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള്, ഡൈനിങ് ഏരിയ. ഇതൊക്കെ നമ്മൾ ഫർണിച്ചർ എല്ലാം നമ്മൾ പുതിയത് മേടിച്ചതാട്ടോ. നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ അതുപോലത്തെ തന്നെ ഫ്ലവർ എന്താ പറയുക പൂവാട്ടോ. ഇത് ഒറിജിനൽ പൂവാട്ടോ. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഡ്രൈ ഫ്ലവർ ആട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞങ്ങളൊരു എന്താ ഷോ ക്യാബിനറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അത്യാവശ്യം എന്താ പറയാ ഗ്ലാസ് കാര്യങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഷോ ക്യാബിനറ്റ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി റൂം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഉള്ളത് നമ്മുടെ ഫാമിലി ലിവിംഗ് റൂം ആട്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മൾ TV കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നല്ലൊരു ചെടിയുടെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പല ഷേപ്പിലുള്ള ആനയുടെ പോട്ടൊക്കെയുള്ള നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ല ഹൈറ്റുള്ള സ്നേക്ക് പ്ലാന്റാ. പിന്നെ ഞങ്ങളിവിടെ ചെറിയ ഡെക്കോറൊക്കെ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ടി വി ഇതാണ്. നമ്മൾ പുതിയ TV മേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ടിവിയുടെ സൈഡിലായിട്ട് നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തെ നമ്മളൊരു ബീൻ ബാഗ്, സോഫ, പിന്നെ ഈ സോഫ, ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്.
ഈ ഈ എന്താ പറയാ ടീപ്പോയി അല്ലേ ഇനി പറയാ. പിന്നെ ഈ സൈഡിൽ ഈ മൂലയ്ക്ക് ഒരു കുഞ്ഞ് ലാമ്പ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ലാമ്പ്, നല്ല രസമുണ്ട്, നല്ല മാമലൈറ്റ് ആയിട്ട്. പിന്നെ ടിവിയുടെ മുന്നിൽ എൻ്റെ 3 ഫേവറേറ്റ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പൂച്ച കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് മൂങ്ങയാണ്. എന്തുകൊണ്ടാണ് നത്തിലേക്ക് മൂങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കുഞ്ഞ് ക്യൂട്ടി മൂങ്ങകളെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഈ വീട്ടിലത്തെ. പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ഡോർ ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഒരു എൻട്രൻസ് ആണ് നമ്മുടെ ബാക്ക് യാർഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു നെറ്റ് കാര്യങ്ങളായിട്ട് നമുക്ക് ഇതുവഴി പോവാട്ടെ. ഞാൻ നിങ്ങളെ ബാക്ക് യാർഡ് ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാവേ. അകത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് അടയ്ക്കാൻ പോവാണേ. പിന്നെ നമ്മൾ ഈ ഫാമിലി ലിവിംഗ് റൂമിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ബെഡ്റൂംസ് 3 എണ്ണം ഇപ്പുറത്തെ സൈഡിലാട്ടോ ഉള്ളത്. പിന്നെ ഈ സൈഡിലോട്ട് നമുക്കൊരു ആൽഫ്രസ്കോ ഉണ്ട്. ആൽഫ്രസ്കോ പാറ്റിയോ എന്നൊക്കെ പറയും. നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ നല്ല എഗ് ചെയറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഞങ്ങളിവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സോളാർ ലൈറ്റ് ആട്ടോ. രാത്രി ആകുമ്പോഴത്തേന് ഇത് ഓട്ടോമാറ്റിക്കലി കത്തും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഈ സൈഡിൽ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഈ സൈഡിൽ കൂടെ നമുക്ക് പുറത്തോട്ട് പോകാവേ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിൽ ഒരു സ്റ്റോറേജ് റൂമുണ്ട്. അവിടുത്തെ ഒരു സ്റ്റോറേജ് അല്ലാണ്ട് ഇപ്പുറത്ത് നമുക്കൊരു സ്റ്റോറേജ് റൂം ഉണ്ട് കേട്ടോ, അത്യാവശ്യ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ അടുത്ത ബെഡ്റൂം ഞാൻ തുറന്നു കാണിക്കാവേ. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം. അപ്പോൾ ഇത് ഞങ്ങൾ ഗസ്റ്റിനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് ഈ ബെഡ്റൂം. അപ്പം ആരെങ്കിലൊക്കെ പുറത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ നല്ലൊരു കബോർഡ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ അവിടെ നല്ലൊരു ടോൾ ബോയ് മേടിച്ച് വെച്ചിട്ടുണ്ട്. 2 എന്താ പറയുക ബെഡ് സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. കുഞ്ഞ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബെഡ് സൈഡിൽ ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡെക്കോർ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഗ്ലാസ് ഡോറാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്തിടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ബാക്ക് യാർഡും നമ്മുടെ മിറ്റവും നമ്മുടെ ഷെഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല രസം ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. അപ്പോൾ 3ാമത്തെ ബെഡ്റൂമിൽ പോകാവേ. ഈ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ 3ാമത്തെ ബെഡ്റൂം. സൈഡായിട്ട് തന്നെയുള്ളത്. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇതും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ്. നമ്മുടെ പഴയ കട്ടിലാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. നമ്മുടെ പഴയ വാടക വീട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാടക വീട്ടിൽ ഞങ്ങളിരുന്ന് സ്ക്രൂ ചെയ്തിരുന്ന കട്ടിൽ ആ സെയിം കട്ടിലാട്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത്. അവിടെ മറ്റേ റൂമിലുള്ളതുപോലെ തന്നെ ആ സൈഡിൽ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇത് ആ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ സെയിം ആട്ടോ. ഇവിടെ തുറന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ബാക്ക് യാർഡ് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈഡിലാട്ടോ നമ്മുടെ ലോണ്ടറി റൂം. അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞില്ല ഹോളിൽ ഇത് 2 സൈഡിൽ കൂടെ വരാൻ ആ ഒരു വഴിയാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ലോണ്ടറി സൈഡാട്ടോ. നമ്മുടെ ഒരു സിങ്കും വാഷിംഗ് മെഷീനും പിന്നെ ഒരു ഫാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ കൂടി പുറത്തിറങ്ങിയപ്പോൾ വേണ്ടി പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഡോർ തുറക്കാൻ പറ്റുന്നതാണ്. സെയിം സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ ഈ ഡോറ് വഴി നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ലോണ്ടറി ഒക്കെ ചെയ്തിട്ട് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സഹായി ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. അപ്പം ഞാൻ ഇതാട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എനിക്ക്. കാരണം ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നവരാണല്ലോ. അപ്പം ഞങ്ങൾക്ക് സമയം കിട്ടുന്നത് ഭയങ്കര ചുരുക്കമാണ് ക്ലീനിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരാണ് എൻ്റെ ക്ലീനർ, എൻ്റെ വേലക്കാരൻ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഷെൽഫുണ്ട് കേട്ടോ. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ടില്ലായിരുന്നു കിച്ചൻ്റെ അവിടെ, അതുപോലെ തന്നെ 2 വലിയൊരു ഷെൽഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിൽ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് കോമൺ ടോയ്ലറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റാണ്, വലിപ്പമുള്ളൊരു ടോയ്ലറ്റാണ് കമ്പാരിറ്റീവ്ലി. അപ്പം അവിടെ നല്ലൊരു ജനല കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റിന്റെ സെയിം തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷവർ റൂം ഉണ്ട്, കോമൺ ഷവർ റൂമാണ്. അപ്പം ഇവിടെ നമ്മുടെ വെറ്റ് ഏരിയ, ഇവിടെ നമ്മുടെ ഡ്രൈ ഏരിയ ആണ്. വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുള്ളത്. ടബുണ്ട്, ഇതിനകത്ത് കയറിയൊന്നും കുളിക്കാം. അപ്പം സെപ്പറേറ്റ് ആട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂം കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മുടെ ലിവിംഗ് റൂം അവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂം നമ്മളങ്ങനെ അധികം ഉപയോഗിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഉപയോഗിക്കുക, എന്തെങ്കിലും ലോണ്ട്രി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഈ ബെഡ്റൂം ഉപയോഗിക്കുക. തുണിയൊക്കെ കൊണ്ടുവരാനും തേക്കാനും അടിക്ക് പെറുക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കാറ്. അതൊരു കുഞ്ഞു ബെഡാട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മളെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുള്ള ഒരു ബെഡാട്ടോ. പിന്നെ ഇവിടെ ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 ബെഡ്റൂം നമ്മളെ കണ്ടു. നമ്മുടെ വീടൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? അപ്പം ഞാൻ പുറത്തേക്ക് പോയി കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോയിട്ട് മിറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഫാമിലി റൂമിന്റെ ഈ ഡോർ വഴിയാട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഫാമിലി റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാട്ടോ ആ സൈഡ്. നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വിശാലമായ മിറ്റമാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കിവിടെ നല്ലൊരു ഷെഡുണ്ട്, വലിയ ഷെഡാണ് കേട്ടോ. നല്ല ഹൈറ്റും നല്ല വലിപ്പമുള്ള നല്ല വലിയ ഷെഡാണ്. പിന്നെ നമ്മുടെ ഒരു ഫയർ പീറ്റ് ഉണ്ട് കേട്ടോ ആ സൈഡിൽ. ആ ഫയർ പീറ്റിൽ വിറക് വെക്കുന്ന സ്ഥലമാട്ടോ ഇതിൽ ഇപ്പുറത്തുള്ളത്. നമുക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് എന്താ പറയുക ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ എന്താ പറയുക നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കുഞ്ഞ് ഏരിയ കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മരത്തിൻ്റെ ഇലയൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ വിൻ്ററാണ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ മരത്തിൻ്റെ ഇലയൊക്കെ പോയി. ഇത് എന്താ പറയുക പിയർ ട്രീ ആണ്, നമ്മുടെ എന്താ പറയുക ഗാർഡൻ പിയർ ട്രീ ആണ്, ഓർണമെൻ്റൽ പിയർ ആണ്. ഇതിൻ്റെ ഇലയൊക്കെ പോയി കേട്ടോ. ഇപ്പം ഇത് പൂക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേനും നിറച്ച് പൂവാകും ഇതിൽ, സ്പ്രിങ് ആകുമ്പോഴത്തേനും. അപ്പം ഇത് ഞങ്ങളുടെ വലിയ മിറ്റം. നമ്മുടെ ഫയർ പിറ്റിൽ കത്തിക്കാനുള്ള വിറകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫയർ പിറ്റിലെ വിറക്. പിന്നെ നമുക്കിവിടെ ഒരു ഗാരേജ് ഉണ്ട്. ഗാരേജ് അല്ല, നമ്മുടെ ഷെഡ്, വലിയ ഷെഡാണ് കേട്ടോ. ഇത് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല ഫർണിച്ചർ സമയങ്ങളെല്ലാം നമ്മൾ കുറേ എൻജോയ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ കുറേ എന്താ പറയുക കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് അലമ്പായപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇനി കുറേ സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഷെഡിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ നമുക്ക് ഈ ഇത് തുറക്കാം കേട്ടോ. ഓക്കെ, വലിയ ഷെഡാണ് ഇത്. ഇത് നമ്മുടെ ഡ്രൈവേ ഞാൻ പുറത്തൊന്നും കാണിച്ചില്ലായിരുന്നു നിങ്ങൾക്ക്. ആ ഡ്രൈവേ കേട്ടോ ഇത്. എന്താ പറയുക അത്യാവശ്യം നീളമുള്ളൊരു ഡ്രൈവേയാണ്. നമ്മുടെ മിറ്റത്തിൻ്റെ ഈ സൈഡിലായിട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി കാണാൻ പറ്റും. മിറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. പുല്ലൊക്കെ വെട്ടി തൂക്കാണ്, കുറച്ച് വളർന്നിട്ട് നമുക്ക് 2ാമത്തെ ട്രിപ്പ് കെട്ടേണ്ടതായി. പിന്നെ ഇത് നമ്മുടെ ലോണ്ട്രി ഏരിയ ഞാൻ പറഞ്ഞില്ല, ലോണ്ട്രി സൈഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുമെന്ന്. ആ ലോണ്ട്രി ഏരിയ കേട്ടോ. അപ്പം നമ്മൾ ലോണ്ട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ സൈഡിൽ വിരിച്ചിടാൻ വേണ്ടി പറ്റും. അപ്പം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം, അപ്പോൾ നമുക്ക് അവിടെ വിരിച്ചിടാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു സൈഡ് മിറ്റ് കേട്ടോ നമുക്കുള്ളത്. ഈ സൈഡിലൊരു ഇതും ബാക്കിയാണ്. ഈ ബബിൾസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടതാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ ഒരു ദിവസം വീട് വിട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറേ പണികൾ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെയ്താട്ടോ ഈ ബബിൾസ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുമാതിരി ചരല് പോലത്തെ കല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി ബബിൾസ് ഇട്ടു. അപ്പോൾ ഇതാണ് മിറ്റം, നല്ല വലിയ മിറ്റമല്ലേ. ഞാൻ ഇതിൻ്റെ കൂടെ രാത്രിയിലത്തെ കുറച്ച് വിഷ്വൽസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, കാരണം നല്ല രസമാണ് രാത്രിയിൽ. നമ്മളവിടെ ഒരു ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ, സോളാറിൻ്റെ. അപ്പം രാത്രിയിൽ അതിങ്ങനെ കത്തുന്ന കാണാൻ നല്ല രസമാണ് രാത്രിയിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്. അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പം ലോണ്ട്രിയുടെ സൈഡിൽ കൂടെ കേട്ടോ നമ്മൾ കയറുന്നത്. ഈ ഡോറ് വഴിയാണ് കയറുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട്. എന്താ പറയുക ഞങ്ങൾ ഒരുപാട് എന്താ പറയുക സ്വപ്നം കണ്ടതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീട്, ഒരു കുഞ്ഞു വീട്. എന്താ പറയുക 4 ബെഡ്റൂം ഉണ്ട് താഴെ വന്നാലും
കുഞ്ഞു വീട് കുഞ്ഞു സ്പേസ് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പറ്റുന്ന നല്ലൊരു കൊച്ചു വീട് ഞങ്ങൾക്ക് ഒത്തു കിട്ടി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ വീട് മേടിച്ചു അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെങ്ങനെ ഇത്ര പെട്ടെന്ന് വീട് മേടിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ വീടിൻ്റെ വില വന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും അതിനൊരു എന്താ പറയുക റിപ്ലൈ ഇടുക അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയും ഈ കൊച്ചു വീടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.